ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠം നമ്മൾ പഠിച്ചതാണല്ലോ. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിക്കാം. ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഡു യു തിങ്ക് grandfather was a man respected by everyone? Pick out the sentences to justify your answer. മുത്തശ്ശൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തെ ശരിവെക്കുന്ന വാചകങ്ങൾ എടുത്തെഴുതുക. യെസ്, രാജാസ് ഗ്രാൻഡ്ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവരിവൺ. അതെ, രാജയുടെ മുത്തശ്ശൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു. ദ ഫോളോയിങ് ആർ ദ സെൻറ്റൻസസ് ടു ജസ്റ്റിഫൈ ദിസ് ആൻസർ. ഈ ഉത്തരം ശരിവയ്ക്കുന്ന വാചകങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശങ്ങൾക്കും സഹായത്തിനുമായി വന്നിരുന്നു. What will you feel if somebody insists you to do something? എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? I will feel disturbed if somebody insists me to do something. എന്നെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ എനിക്ക് ശല്യമായി തോന്നും. Who helps you in your family when you are in trouble? നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് സഹായിക്കുക? My parents help me in my family when I am in trouble. ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ എൻ്റെ മാതാപിതാക്കളാണ് എന്നെ സഹായിക്കുക. We saw many things around Raja's house. List out them. രാജയുടെ വീടിനു ചുറ്റുമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവയൊന്ന് പട്ടികപ്പെടുത്തൂ. കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്. തെങ്ങ്, മാവ്, മറ്റു പലതരം വൃക്ഷങ്ങൾ. ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ആൻഡ് ഹണി ബീസ്. പക്ഷികൾ, പൂമ്പാറ്റകൾ, തേനീച്ചകൾ. മെനി ടാങ്ക്സ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ്. നിറയെ മീനുകളുള്ള കുറേ കുളങ്ങൾ. കിങ് ഫിഷേഴ്സ്, സ്റ്റോർക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ്. പൊന്മാൻ, കൊക്ക്, മറ്റ് ജലപക്ഷികൾ. ഗ്രോവ് വേർ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഗ്രീവ് വൈൽഡ്. മരങ്ങളും കുറ്റിച്ചെടികളും ഇഴവള്ളികളും ധാരാളമായി വളരുന്ന കാവ്. ജാക്കൽസ്, മംഗൂസസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഔൾസ്. കുറുക്കൻ, കീരി, കാട്ടുപൂച്ച, മൂങ്ങ എന്നിവ. കൗസ്, ബുൾസ്, ബുള്ളക്സ് ആൻഡ് ലിറ്റിൽ കൗസ്. പശുക്കൾ, കാളകൾ, പശുക്കുട്ടികൾ തുടങ്ങിയവ. വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്? രാജയുടെ ജീവിതത്തിന് കൂടുതൽ നിറം നൽകിയത് എന്തൊക്കെയാണ്? രാജ ലൈക്ഡ് ഹിസ് ഹോം ആൻഡ് ദ ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. രാജയ്ക്ക് തൻ്റെ വീടും അതിനു ചുറ്റുമുള്ള തോട്ടവും വലിയ ഇഷ്ടമായിരുന്നു. ഹി ലൈക്ഡ് ടു പ്ലേ വിത്ത് ദി കൗസ് ആൻഡ് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. രാജയ്ക്ക് പശുക്കുട്ടികളുടെ കൂടെ കളിക്കാനും തോട്ടത്തിലെ പക്ഷികളെ നിരീക്ഷിക്കാനും വളരെ ഇഷ്ടമായിരുന്നു. ഹി ലുക്ക്ഡ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രോവ്. കാവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുറുക്കന്മാരെ അവൻ നോക്കാറുണ്ടായിരുന്നു. ഹി റാൻ ആഫ്റ്റർ മംഗൂസസ് ആൻഡ് കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. കീരികളുടെ പുറകെ അവൻ ഓടും, പൂമ്പാറ്റകളെയും ഇഴജന്തുക്കളെയും പിടിക്കും. ദീസ് ആക്ടിവിറ്റീസ് ബ്രോട്ട് മോർ കളർ ടു രാജാസ് ലൈഫ്. ഈ പ്രവൃത്തികളൊക്കെയാണ് രാജയുടെ ജീവിതത്തിന് കൂടുതൽ നിറം നൽകിയത്. Who do you like to play with at home? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് കളിക്കുന്നത്? I like to play with my brother. എനിക്ക്
എൻ്റെ ഏട്ടൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. കൂട്ടുകാർ ആരുടെ കൂടെയാണോ കളിക്കുന്നത് അവരെക്കുറിച്ച് എഴുതാം കേട്ടോ. What was the reaction of grandfather when he was soaked in the shower? നനഞ്ഞു കുതിർന്നപ്പോൾ മുത്തശ്ശൻ്റെ പ്രതികരണം എന്തായിരുന്നു? Grandfather turned to Raja with an angry look. ദേഷ്യത്തോടെ മുത്തശ്ശൻ രാജയുടെ നേരെ തിരിഞ്ഞു. He ran after Raja to catch and beat him. രാജയെ പിടിച്ച് അടിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അവൻ്റെ പിന്നാലെ ഓടി. Why did Raja select the loft in the cowshed as his hiding place? തനിക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമായി തൊഴുത്തിലെ തട്ടിൻപുറം രാജ തെരഞ്ഞെടുത്തത് എന്തിനായിരുന്നു? രാജ വാസ് afraid to stay in the fields alone in the darkness. ഇരുട്ടിൽ വയലിൽ ഒറ്റയ്ക്കിരിക്കാൻ രാജയ്ക്ക് പേടിയായി. He remembered all the ghost stories he had read. അതുവരെ താൻ വായിച്ച എല്ലാ പ്രേതകഥകളും അവന് ഓർമ്മ വന്നു. So he ran towards the home. അവൻ വീടിനു നേരെ ഓടി. But he was afraid to face his grandfather. പക്ഷേ അവന് മുത്തശ്ശനെ അഭിമുഖീകരിക്കാൻ പേടിയായിരുന്നു. So he went to the cowshed and took shelter in the loft. അതുകൊണ്ട് അവൻ തൊഴുത്തിലേക്ക് പോയി. അവിടെ തട്ടിൻപുറത്ത് അഭയം തേടി. Grandmother was extremely worried when she knew that Raja was missing. രാജയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി വല്ലാതെ വിഷമിച്ചു. Pick out the sentences from the passage which convey this idea. പാഠഭാഗത്തു നിന്നും ഈ ആശയം വ്യക്തമാക്കുന്ന വാചകങ്ങൾ എടുത്തെഴുതുക. Grandmother was waiting for me. മുത്തശ്ശി എന്നെ കാത്തിരിക്കുകയായിരുന്നു. When I did not turn up, she looked for me everywhere in the house. ഞാൻ തിരിച്ചെത്താതായപ്പോൾ വീട്ടിലെല്ലായിടത്തും അവർ എന്നെ തിരഞ്ഞു. Then she came out and called aloud for me, thinking that I was somewhere in the garden. ഞാൻ തോട്ടത്തിൽ എവിടെയോ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി എന്നെ ഉറക്കെ വിളിച്ചു. Then she went to grandfather and asked him where I was. അതിനുശേഷം അവർ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. He is not in the house, grandmother said. I looked for him everywhere. അവൻ വീട്ടിലില്ല, മുത്തശ്ശി പറഞ്ഞു. ഞാൻ അവനെ വീട്ടിലെല്ലായിടത്തും നോക്കി. Grandmother felt angry with grandfather. മുത്തശ്ശിക്ക് മുത്തശ്ശനോട് ദേഷ്യം തോന്നി. Do you support grandmother? Why? നിങ്ങൾ മുത്തശ്ശിയെ അനുകൂലിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? Yes, we support grandmother. അതെ, ഞങ്ങൾ മുത്തശ്ശിയെ അനുകൂലിക്കുന്നു. The reason for Raja's missing was grandfather. രാജയെ കാണാതാകുന്നതിനുള്ള കാരണം മുത്തശ്ശനാണ്. ഒരു നിസ്സാര കാര്യത്തിനാണ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടത്. Why did grandfather lose his temper? മുത്തശ്ശന് ദേഷ്യം വരാൻ കാരണം എന്തായിരുന്നു? Grandfather lost his temper because the people came there to express their sympathy. സഹതാപം പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ആളുകൾ വന്നത്. അതുകൊണ്ടാണ് മുത്തശ്ശന് ദേഷ്യം വന്നത്. He did not like their attitude. അവരുടെ ആ പെരുമാറ്റം മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ല. Where might the people have searched for Raja? ആളുകൾ രാജയെ എവിടെയെല്ലാം അന്വേഷിച്ചിരിക്കും? Why couldn't they find him? എന്തുകൊണ്ടാണ് അവർക്ക് അവനെ കണ്ടെത്താൻ കഴിയാതിരുന്നത്? The people might have searched for Raja in the field, pond, well, garden and the neighborhood. ആളുകൾ രാജയെ വയലിലും കുളത്തിലും കിണറ്റിലും തോട്ടത്തിലും അയൽവീടുകളിലുമെല്ലാം അന്വേഷിച്ചിരിക്കും.
They couldn't find Raja because he was on the loft of the cowshed. അവർക്ക് രാജയെ കണ്ടെത്താനായില്ല, കാരണം അവൻ പശുത്തൊഴുത്തിലെ തട്ടിൻപുറത്താണ് ഇരുന്നിരുന്നത്. I wanted to come out. What prevented Raja from coming out? എനിക്ക് പുറത്തേക്ക് വരണം എന്നുണ്ടായിരുന്നു. പുറത്തേക്ക് വരുന്നതിൽ നിന്നും രാജയെ തടഞ്ഞത് എന്തായിരുന്നു? രാജ feared that grandfather might beat him. മുത്തശ്ശൻ അടിക്കുമോ എന്ന് രാജയ്ക്ക് പേടിയുണ്ടായിരുന്നു. He was ashamed of facing the people gathered there. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിമുഖീകരിക്കാൻ രാജയ്ക്ക് നാണം തോന്നി. So he didn't come out. അതുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നില്ല. What would Raja say to his grandfather when he returned home? വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തായിരിക്കും രാജ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടാവുക? രാജ വുഡ് സേ, "Don't worry, Grandpa. I am back. I am really sorry for what I did." രാജ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, മുത്തശ്ശ വിഷമിക്കേണ്ട, ഞാൻ തിരിച്ചെത്തി. ഞാൻ ചെയ്തതിനെല്ലാം ഞാൻ മാപ്പു ചോദിക്കുന്നു. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.